ചിത്തിര, ചോതി, വിശാഖം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അനിഴം, തൃക്കേട്ട എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ മകരമാസം 3-ാം തീയതി ശനിയാഴ്ച അഥവാ ജനുവരി മാസം 17-ാം തീയതി എന്ന് പറയുന്നത് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും പലതരത്തിലുള്ള മാറ്റങ്ങളും നിശ്ചിത കാലയളവിലാണ് സംഭവിക്കുന്നത് എങ്കിലും അത് ഓരോ നക്ഷത്രക്കാരെയും സ്വാധീനിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഇതിൽ തന്നെ ചില സമയങ്ങളിൽ ഓരോ ഗ്രഹങ്ങളുടെയും സ്വാധീന ഫലമായി ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് വളരെ വലിയ രീതിയിലുള്ള കഷ്ടകാലങ്ങളായിരിക്കും. എന്നാൽ നേരെ മറിച്ച് മറ്റു ചില വ്യക്തികൾക്കാണെങ്കിൽ അവിശ്വസനീയമായ തരത്തിലുള്ള ചില നേട്ടങ്ങളും സൗഭാഗ്യങ്ങളുമായിരിക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ഈ മകരമാസം 3-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാർക്കും നിങ്ങൾക്ക് പോലും സ്വയം അതിശയം തോന്നത്തക്ക രീതിയിലുള്ള ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഒരു ദിവസമാണ്. കാരണം മകരമാസം 3-ാം തീയതി ശനിയാഴ്ച നടക്കുവാൻ പോകുന്ന ശുക്രന്റെ സംക്രമണം ഈ നക്ഷത്രക്കാരിൽ വരുത്തുവാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജീവിതത്തിൽ എന്ത് മാറ്റം വരാനാണ് എന്ന് ചിന്തിക്കുന്നവരാണ്. കാരണം അത്രയേറെ പ്രതിസന്ധികളും ഭാഗ്യക്കേടുകളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ സമ്പത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാതാവായ ശുക്രൻ എന്ന ഗ്രഹം വളരെ ഗുണകരമായ സ്വാധീനമാണ് ഈ 8 നക്ഷത്രക്കാരിലും ചെലുത്തുവാൻ പോകുന്നത്. അതിനാൽ തന്നെ ഈ മകരമാസം 3-ാം തീയതി എന്ന ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറുകളിലും ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്നത് അവിശ്വസനീയമായ ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ ശുക്രമാറ്റം കൊണ്ട് ഈ മകരമാസം 3-ാം തീയതി ശനിയാഴ്ച ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ മകരമാസം 3-ാം തീയതി ശനിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ശുക്രമാറ്റം കൊണ്ട് ഒട്ടനവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മകരമാസം പിറന്ന ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളെയും വളരെയധികം ഭാഗ്യകരമായി സ്വാധീനിക്കുന്നവയായിരിക്കും. എന്നാൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാരുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യത്തെ പറ്റി പറയുമ്പോൾ പല ആളുകളുടെയും മനസ്സിൽ അത്രയധികം ദുഃഖങ്ങളും ജീവിതത്തെ പറ്റിയുള്ള ആകുലതകളുമാണ് എന്നതാണ് വാസ്തവം. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് കരകയറുവാൻ ശ്രമിക്കും തോറും കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ് പലരും അനുഭവിക്കുന്നത്. അതിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, മറ്റുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഭാഗ്യക്കേടുകൾ മാത്രമാണ് നിരന്തരം അനുഭവത്തിൽ വരുന്നത്. ഏറ്റവും പ്രധാനമായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു വിധത്തിലും ജീവിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള സ്ഥിതി അനുഭവിച്ചു വരുന്ന ഏതൊക്കെയോ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരും
ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിച്ചിരുന്ന എന്തൊക്കെ പ്രതിസന്ധികളാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, അതിൽ നിന്നെല്ലാം ഒരു മാറ്റം കാണുവാനുള്ള യോഗമാണ് ഈ മകരമാസം 3-ാം തീയതി ശനിയാഴ്ചയോടെ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നത്. ഇതിൽ ഒന്നാമതായി തന്നെ ഈ ഒരു ദിവസം തുലാം രാശിയിൽ പിറന്ന വ്യക്തികളിൽ മുൻപ് പറഞ്ഞതുപോലെ രോഗാവസ്ഥകൾ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന ചില വ്യക്തികൾക്ക് നിങ്ങൾ പോലും അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു രോഗശമനം ഉണ്ടാകുന്ന തരത്തിലുള്ള സന്തോഷകരമായ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകും. മാത്രമല്ല, ചില വ്യക്തികൾക്ക് ആവശ്യമുള്ള മരുന്ന് വാങ്ങുവാൻ പോലും കയ്യിൽ പണമില്ലാത്ത സാഹചര്യം വരെ നേരിട്ടിരുന്നു. എന്നാൽ അത്തരത്തിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ഈ ഒരു സമയത്ത് തുലാം രാശിക്കാരെ വിട്ടകലും എന്നത് ഫലപ്രകാരം വ്യക്തമാണ്. ഒപ്പം തന്നെ ഈ മകരമാസം 3-ാം തീയതി ശനിയാഴ്ച പുതിയ ബിസിനസ് പോലെയുള്ള ഇടപാടുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന തുലാം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും ഏറ്റവും ഭാഗ്യകരമായ ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരിൽ ചില വ്യക്തികൾക്ക് കർമ്മ മേഖലയിലായിരുന്നാലും നിങ്ങൾ സ്വയം തുടങ്ങിവെച്ച സംരംഭത്തിൽ നിന്നായിരുന്നാലും ഒരു പ്രതീക്ഷിച്ച തരത്തിലുള്ള വരുമാനമോ ലാഭമോ ഉണ്ടാക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അവസ്ഥ കുറച്ച് നാളുകളായി നിലനിൽക്കുന്നുണ്ട്. അതായത് മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുരടിച്ച അവസ്ഥയാണ് അനുഭവത്തിൽ വരുന്നത്. എന്നാൽ ഈ ശുക്രമാറ്റം നിങ്ങൾക്ക് ഭാഗ്യകരമായി നിൽക്കുന്ന ഈ മകരമാസം 3-ാം തീയതി ശനിയാഴ്ച ചില തുലാം രാശിക്കാർക്ക് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും സന്തോഷകരമായ ചില വാർത്തകൾ കേൾക്കുവാൻ കഴിയുകയും ഒപ്പം തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് ശുക്രന്റെ അനുഗ്രഹഭാവം കൊണ്ട് വളരെ ലാഭകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ സംരംഭത്തെ കൊണ്ടുപോകുവാനുള്ള ഭാഗ്യം കൈവരികയും ചെയ്യും. ഇനി എടുത്തു പറയേണ്ട കാര്യം, ഈ മകരമാസം 3-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് സ്വർണം, വെള്ളി പോലെയുള്ള വിലപിടിപ്പുള്ള ചില വസ്തുക്കൾ തുലാം രാശിക്കാർക്ക് സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതായത് സമ്പത്തിൻ്റെ ദേവനായ ശുക്രൻ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ആഡംബരങ്ങളെയും അപ്രതീക്ഷിത ധനനേട്ടങ്ങളെയും തുലാം രാശിക്കാരിലേക്ക് ഈ ഒരു സമയത്ത് കൊണ്ടെത്തിക്കും. സമ്പത്തും ഐശ്വര്യവും നിങ്ങളിൽ ഉണ്ടാകും എന്നതിന് പുറമെ തന്നെ ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പല മുഹൂർത്തങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും വ്യക്തി ജീവിതത്തിലും ഉണ്ടാകും എന്നതും മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും മകരമാസം പിറന്നിരിക്കുന്ന ഈ ഒരു സമയം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാവുകയും നിങ്ങളുടെ പല പ്രാർത്ഥനകളും ജീവിതത്തിലെ ആവശ്യങ്ങളും നിറവേറിക്കിട്ടുകയും ചെയ്യുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും. ഈ രണ്ടാമതായി ഈ മകരമാസം 3-ാം തീയതി ശനിയാഴ്ച ശുക്രമാറ്റം കൊണ്ടും ഈശ്വരാധീനം കൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കാണുന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തികളെ പറ്റി പറയുവാനാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ അത്രയേറെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കുന്നവരാണ്. മാത്രമല്ല, എത്രയൊക്കെ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെല്ലാം തരണം ചെയ്യുവാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും നിങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ചില കഷ്ടകാലങ്ങളും ദുരിതങ്ങളും കൊണ്ട് ജീവിതം തന്നെ മടുത്ത അവസ്ഥയിലാണ് ചില മീനം രാശിക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ജീവിതം പോലും വേണ്ട എന്ന് വെച്ചാലോ എന്ന് പലവട്ടം ചിന്തിച്ച ഏതൊക്കെയോ
പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. കാരണം നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ജീവിതത്തെ അതിൻ്റെതായ ഒരു താളത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ അത്തരത്തിൽ ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മനസ്സ് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും ഒരു കാരണവശാലും നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിലുള്ള ദുർചിന്തകൾക്ക് ഇനി സ്ഥാനം കൊടുക്കരുത്. കാരണം നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഈ അധ്യായം നിങ്ങൾ കാണുവാൻ ഇടയായതു തന്നെ ഈ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് നൽകുവാൻ പോകുന്ന ഭാഗ്യത്തിൻ്റെ സൂചനയാണ് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കണക്കാക്കാം. കാരണം ഫലപ്രകാരം കാണുന്നതനുസരിച്ച് മീനം രാശിക്കാരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ചില നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന തരത്തിലാണ് ഈ ശുക്രന്റെ സ്വാധീനം മകരമാസം 3-ാം തീയതി ശനിയാഴ്ച നിങ്ങളിൽ വരുവാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി ഇതിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടമാവുകയും ആകെ ഉണ്ടായിരുന്ന ആ ഒരു വരുമാനം കൂടി ഇല്ലാതായപ്പോൾ വളരെയധികം പ്രതിസന്ധി ജീവിതത്തിൽ നേരിടുകയും ചെയ്യുന്ന ചില മീനൻ രാശിക്കാരെ പറ്റിയാണ്. ഈ ശുക്രന്റെ സ്വാധീനം നിങ്ങൾക്ക് ഭാഗ്യകരമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പോലെയുള്ള ഒരു കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടുവാനുള്ള ഭാഗ്യം നിങ്ങളിൽ വളരെയധികമാണ് കാണുന്നത്. ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമല്ല, മറ്റൊരു കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടുവാൻ പരിശ്രമിക്കുന്നവർക്കും ഇതുവരെ സ്വന്തമായി ഒരു ജോലിയില്ലാതെ എങ്ങനെയെങ്കിലും ഒരു ജോലി നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന മീനം രാശിക്കാർക്കും എല്ലാം തന്നെ ഈ ഒരു സമയം ഭാഗ്യകരമാണ്. അതുകൊണ്ട് തന്നെ ഈ മകരമാസം 3-ാം തീയതി ശനിയാഴ്ച നിങ്ങളിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ അവസരങ്ങൾ വന്നു ചേരുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അവ നിസ്സാരമായി കാണരുത്. പരമാവധി അവസരത്തെ നിങ്ങൾ ഉപയോഗപ്രദമാക്കുവാൻ ശ്രമിക്കുക തന്നെ വേണം. ഇനി ഈ മകരമാസം 3-ാം തീയതി നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന ശുക്രന്റെ ഗുണകരമായ സ്വാധീനത്താൽ മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ശുഭകരമായ ചില മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചെയ്തു വരുമ്പോൾ നിരന്തരം ചില തടസ്സങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ആ വിവാഹം നടക്കാത്ത അവസ്ഥ അനുഭവിക്കുകയും ചെയ്തിരുന്ന ചില മീനം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് വളരെ ഭാഗ്യകരമായ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടാകും. അതുകൂടാതെയും മറ്റ് എന്തൊക്കെ തരത്തിലുള്ള മേഖലകളുമായി ബന്ധപ്പെട്ടാണോ മീനം രാശിക്കാർ തടസ്സങ്ങൾ അനുഭവിച്ചിരുന്നത്, ആ തടസ്സങ്ങളെല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് അകലുന്ന ഒരു സമയമാണ് ഈ ശുക്രമാറ്റം കൊണ്ട് വന്നു ചേരുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന മീനം രാശിക്കാർക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതിനാലും ധൈര്യം തോന്നാത്തതിനാലും നിങ്ങൾ ചെയ്യാതെ മാറ്റിവെച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അത്തരത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള യോഗവും ഈ മകരമാസം 3-ാം തീയതി ശനിയാഴ്ച മീനം രാശിക്കാരിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന് മാത്രമേ കാരണമാവുകയുള്ളൂ എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇനി സാമ്പത്തിക മേഖലയിലായിരുന്നാലും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പുരോഗതിയും കാണുവാൻ കഴിയാതെ കടബാധ്യതകൾ പെരുകി വന്നിരുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യത്തിലാണ് നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിലും ആ ദുരവസ്ഥയെ പാടെ മറക്കുവാൻ കഴിയുന്ന തരത്തിലാണ് ശുക്രൻ നിങ്ങളിലേക്ക് സമ്പത്ത് നൽകുവാൻ പോകുന്നത്. അപ്പോൾ എല്ലാവിധത്തിലും ജീവിതത്തിൽ ഐശ്വര്യം വന്നു നിറയുകയും ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുവാനുള്ള ഭാഗ്യം തെളിയുകയും ചെയ്യുന്ന സമയമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
ഈ മകരമാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തെളിഞ്ഞിരിക്കുന്നത്. ഇനി ഈ മകരമാസം 3-ാം തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ശുക്രൻ്റെ ഗുണകരമായ സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കാണുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന 3-ാമത്തെ രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ജനിച്ച അന്നു മുതൽ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിൽ കൂടുതലും ദുഃഖങ്ങളും കഷ്ടതകളും സാമ്പത്തിക പ്രതിസന്ധികളും തന്നെയാണ്. അതായത് ഇന്ന് ഈ നിമിഷം നിങ്ങൾ ജീവിതത്തെ പറ്റി ചിന്തിച്ചു നോക്കിയാലും കാര്യതടസ്സങ്ങളുടെയും ഇല്ലായ്മകളുടെയും കണക്കാണ് കൂടുതൽ. സാമ്പത്തിക പ്രതിസന്ധികളും കാര്യതടസ്സങ്ങളും മാത്രമല്ല, കുടുംബത്തിലായിരുന്നാലും ദാമ്പത്യ ജീവിതത്തിലായിരുന്നാലും പല ആളുകൾക്കും സമാധാനം എന്ന് പറയുന്നതില്ല. എപ്പോഴും പരസ്പര വഴക്കുകളും കലഹങ്ങളും കൊണ്ട് ജീവിതം തന്നെ എങ്ങനെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനെല്ലാം ഒരു പരിധിവരെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ കാരണമായി നിൽക്കുന്നത് ശത്രുദോഷം കൂടിയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ചൊല്ലി ജീവിതത്തിൽ ഒന്ന് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടിയായി നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരുന്നുണ്ട് എന്നതാണ് അവസ്ഥ. അതുകൂടാതെ നിങ്ങൾക്ക് തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വൃശ്ചികം രാശിക്കാരിൽ പല ആളുകൾക്കും നിങ്ങളോട് സ്നേഹം നടിച്ച് ചിരിച്ചു കാണിച്ചിരുന്ന ചില വ്യക്തികളിൽ നിന്ന് തന്നെ ചില ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. മാത്രമല്ല, പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ശുഭകാര്യം നടക്കുന്നതിന് മുൻപായി നിങ്ങൾ ആരോടെങ്കിലും അത് സന്തോഷം കൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ നടന്നു കിട്ടാത്ത തരത്തിലുള്ള പല അനുഭവങ്ങളും പല വൃശ്ചികം രാശിക്കാർക്കും ഓർത്തെടുക്കുവാൻ കഴിയും. എന്നാൽ അത്തരത്തിൽ ശത്രുദോഷം കൊണ്ടും ആഭിചാര ക്രിയകൾ കൊണ്ടും ജീവിതത്തിൽ എപ്പോഴും നെഗറ്റിവിറ്റി മാത്രം അനുഭവത്തിൽ വന്നിരുന്ന ഒരു വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ മകരമാസം 3-ാം തീയതി ശനിയാഴ്ച നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ഭാഗ്യദശ നിങ്ങളുടെ തകർച്ച കാണുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളുടെ മുൻപിൽ തന്നെ നിങ്ങളെ ജീവിത നേട്ടങ്ങളിലേക്ക് എത്തിക്കും. ഇന്ന് ഈ അധ്യായം കാണുന്ന വൃശ്ചികം രാശിക്കാരിൽ ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഇല്ലാതെ കാലങ്ങളായി വാടക വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന ചില വ്യക്തികളുണ്ട്. എങ്ങനെയെങ്കിലും ഒരൽപ്പം ഭൂമി സ്വന്തമായി വാങ്ങി ഒരു ചെറിയ വീടെങ്കിലും വെച്ച് ജീവിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം വളരെയധികം മനസ്സിലുണ്ട് എന്നത് മാത്രമല്ല, ആ ഒരു ആഗ്രഹത്തെ നേടിയെടുക്കുവാനായി നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ പണം സ്വരുക്കൂട്ടുവാനും പലരും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എത്രയൊക്കെ സ്വരുക്കൂട്ടിയിട്ടും ഒരു വീട് സ്വന്തമാക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതിയിലേക്ക് പലർക്കും എത്തുവാൻ കഴിയുന്നില്ല. എന്നാൽ ഈ ശുക്രമാറ്റം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്ന ഈ മകരമാസത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ചില സാമ്പത്തിക വഴികൾ, അല്ല എന്നുണ്ടെങ്കിൽ പുതിയ ചില വരുമാന സ്രോതസ്സുകൾ വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ഈ ഒരു സമയത്ത് ശുക്രന്റെ ഗുണകരമായ സ്വാധീനത്താൽ നിങ്ങളിലേക്ക് വരുന്ന എന്ത് തരത്തിലുള്ള നേട്ടങ്ങളായിരുന്നാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയോടെ നിലനിൽക്കുന്നവയായിരിക്കും എന്നതാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു വീടില്ലാത്ത ദുഃഖം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ആഗ്രഹത്തെ സാക്ഷാത്കരിച്ചെടുക്കുവാൻ നിങ്ങളാൽ കഴിയുമെന്നുള്ള കാര്യം അച്ചിട്ടാണ്. ഒപ്പം തന്നെ വീടുപണിയൊക്കെ തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തീകരിക്കുവാൻ വളരെയധികം തടസ്സങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന വൃശ്ചികം രാശിക്കാർക്കും
ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ധനവരവ് കൊണ്ട് വീടിൻ്റെ പണി വേഗത്തിൽ പൂർത്തീകരിച്ചെടുക്കുവാനുള്ള ഭാഗ്യം കൈവരും. ഇനി ഇതിൽ തന്നെ ചില വൃശ്ചികം രാശിക്കാർക്ക് കുറച്ച് നാളുകളായി വളരെ വേഗത്തിൽ വസ്തുവിൽപ്പന നടന്നു കിട്ടിയേ മതിയാകൂ എന്ന തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം വസ്തു കച്ചവടം നടന്നു കിട്ടുന്ന ആ ഒരു തുക കൊണ്ട് ചില പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാമെന്ന് നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കുകയാണ്. എന്നാൽ ആ ഒരു കാര്യത്തിലും വളരെയധികം തടസ്സങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഈ ശുക്രമാറ്റം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഈ മകരമാസം 3-ാം തീയതി ശനിയാഴ്ചയോടെ വസ്തുവിൽപ്പനയുമായി ബന്ധപ്പെട്ട് വൃശ്ചികം രാശിക്കാർക്ക് നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്യും. ഇനി ആരോഗ്യകാര്യത്തിലായിരുന്നാലും വൃശ്ചികം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും ഈ മകരമാസം 3-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു ദിവസം തന്നെയായിരിക്കും. അപ്പോൾ എല്ലാ വിധത്തിലും സമ്പത്തും സർവ ഐശ്വര്യങ്ങളും വൃശ്ചികം രാശിക്കാരെ തേടിയെത്തുകയും ജീവിതത്തിൽ നിലനിന്നിരുന്ന ദുരിതങ്ങളെ മറക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില ശുഭകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉടനടി ഉണ്ടാവുകയും ചെയ്യും എന്ന കാര്യം അച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ മകരമാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സർവ ഐശ്വര്യങ്ങളുടെയും ദാതാവായ ശുക്രൻ്റെ ഗുണകരമായ സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ വളരെ സന്തോഷകരമായ പല അനുഭവങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.